ഞാനിപ്പോ ഞാൻ ഗ്രോസറിന്ന് സാധനം വാങ്ങി വിചാരിച്ച ഉം, സാധനം ഓർഡർ ചെയ്തിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ട് 1 ലിറ്റർ പാല് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തെന്ന് വിചാരിച്ച ഉം, ആ ഓർഡർ ചെയ്ത് അവര് കൊണ്ടുവന്നത് ചിലപ്പം 1/2 ലിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ബ്രാൻഡ് അല്ല. ഞാൻ ഏത് ബ്രാൻഡാന്ന് അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ബ്രാൻഡ് അല്ല, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ബ്രാൻഡ് അല്ല എന്ന് വിചാരിച്ച അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്റെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചാ, എനിക്ക് ഞാൻ സ്ഥിരം വാങ്ങുന്ന സാധനം അല്ല ഇത്, എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഒരു കാര്യമുണ്ട്. ഏഹ് എന്താ വെച്ചാല് ഇപ്പൊ ഒരു പാല് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓക്കെ, ഐ എം കംഫർട്ടബിൾ വിത്ത് ദറ്റ് ബ്രാൻഡ്, അല്ലെങ്കിൽ എനിക്കൊരു ട്രസ്റ്റ് കാണും. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ച് ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഇന്ന സാധനം വേണോന്നുള്ള കാര്യം. അത് ഒബ്വിയസ്ലി നിന്റെ പ്ലേസിൽ ഞാനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയും. അത് ബിക്കോസ് വി ആർ പേയിങ് ഫോർ ഇറ്റ്. ഒരു മിനിറ്റ്, അത് ലോങ് ടേം. ഇപ്പൊ ഞാനൊരു ബ്രാൻഡ് കംഫർട്ടബിൾ ആണെന്ന് വിചാരിച്ചാൽ അത് ഞാൻ ലോങ് ടേം കംഫർട്ടബിൾ ആണ് അല്ലെ. ആ ഇപ്പൊ ഒരു ദിവസത്തേക്ക് ഞാൻ ആ ബ്രാൻഡ് മാറി ഉപയോഗിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ചിലപ്പോ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഒരു ദിവസമല്ലേ, നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെയും ഞാൻ ഏത് ബ്രാൻഡാണോ കംഫർട്ടബിൾ ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിക്കും. അത് വേറെ കാര്യം. പക്ഷെ ഒരു ദിവസത്തേക്ക് ഒന്നും ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വിളിച്ചിട്ട് വെറുതെ എന്താ മാറ്റിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് വിളിച്ച് വലിയ ഇഷ്യൂ ആക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഒരു ബ്രെഡ് വാങ്ങുകയാണെങ്കിൽ ഓക്കെ, ആ വേറെ വേറെ ബേക്കറീസിന്റെ ബ്രെഡിന് വേറെ വേറെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. Okay. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രെഡ് എന്നുള്ള കാര്യമാണെങ്കിൽ ആ ചില സമയത്ത് സോഫ്റ്റ് കഴിക്കാൻ നല്ല ഇതായിരിക്കും. ആ അവര് ഗ്രോസറിയിൽ നിന്ന് കൊണ്ടുവരുന്ന വേറൊരു ഇതായിരിക്കും. ഓക്കെ. അപ്പൊ അതെനിക്ക് അൺകംഫർട്ടബിൾ ആണ്. അല്ല, വൈ ഷുഡ് അതാ ഐ ഞാൻ പറഞ്ഞേ കോംപ്രമൈസ്? ഈ ഒരു ദിവസത്തേക്ക് നമ്മള് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാനിപ്പോ ബ്രെഡ് മാറി കഴിച്ചാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അല്ല, അതല്ലാണ്ടുള്ള ജനറലി വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ട് വെറുതെ എന്താ അവരെ വിളിച്ചിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് മാറ്റണം, എനിക്കത് വേണ്ട ഇത് വേണമെന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മ പേ നെക്സ്റ്റ് ടൈം ചെയ്യുന്നുണ്ടല്ലോ. പേ ചെയ്യുന്നതാണ്. വെറുതെ എന്തിനാ നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിട്ട് വെറുതെ നമ്മൾ എന്തിനാ മെനക്കെടാൻ നിൽക്കുന്നേ? ഈ വലിയ വലിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദിവസം ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാർജിൻ ഓഫ് എറർ വളരെ ലോ ആയിരിക്കും. നമ്മളിപ്പോ ഗ്രോസറിയിൽ വിളിച്ച് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കും. ഒരു ഉദാഹരണത്തിന് അത് നമ്മളിപ്പോ ഗ്രോസറിയിൽ നോർമലി നമ്മളിങ്ങനെ ഗ്രോസറിയിൽ വിളിച്ച് പറയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനത്തെ എറർ വരുന്നത്. അതും മാർജിൻ ഓഫ് എറർ വളരെ ലോ ആയിരിക്കും. നമ്മൾ 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ആവട്ടെ അവർക്ക് എന്തെങ്കിലും എറർ വരുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം വരുന്ന എററിന് നമ്മൾ വിളിച്ചിട്ട് വെറുതെ കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ടൈം വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ചേട്ടാ എനിക്ക് ഇന്ന ബ്രാൻഡ് തന്നെ വേണം, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൊണ്ടു തന്നത് ശരിയായിട്ടില്ല, എനിക്ക് മാറിയിട്ടാ കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. പക്ഷെ ഒരു പ്രാവശ്യം വന്നിട്ട് അത് ഏത് ബ്രാൻഡായാലും എനിക്ക് കുഴപ്പമില്ല, ഒരു ദിവസം ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഉപയോഗിക്കും. നമ്മൾ റെസ്റ്റോറന്റിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, നമ്മള് ചിലപ്പോൾ അവിടെ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റും നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ടേസ്റ്റും നമ്മൾ വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു കൂടുതലും കുറവുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല. നമ്മൾ ആദ്യം റെസ്റ്റോറന്റ് പോയി കഴിച്ച അതേ ടേസ്റ്റ് ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു കൂടുതലും കുറവുണ്ടാവും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ വിചാരിച്ചോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ അത് കഴിക്കും. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ ഇതേപോലെ ഒന്ന് അവിടെ പോയി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ചേട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച സമയത്ത് ഇന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിന്, അത് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആണ് എന്ന് പറയും. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ മുളക് പൊടി ഓക്കെ, ഞാൻ പറഞ്ഞ എനിക്ക് ഇന്ന മുളക് പൊടി വേണോ? ഓക്കെ, അവര് വേറൊരു ബ്രാൻഡ് കൊണ്ടുവന്നു. ഓക്കെ, ഈ കാര്യത്തിലെല്ലാം ടെക്സ്ചർ ഡിഫറൻസ് കാണും, അല്ലെങ്കിൽ സ്പൈസ് ലെവൽ ഡിഫറൻസ് കാണും. ഓക്കെ. അപ്പൊ ഒബ്വിയസ്ലി നീ പോയി ചോദിക്കത്തില്ലേ? നീ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കത്തില്ലേ എന്തിനാ ഇത് കൊടുത്തത്? അല്ല, ആരാ ഞാൻ പറഞ്ഞേ, ഈ 1-2 ദിവസത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാ ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പാലിന്റെ എക്സാമ്പിൾ എടുത്തത്, നീ പറഞ്ഞ പോലെ ബ്രെഡിന്റെ എക്സാമ്പിൾ എടുത്തത്, റെസ്റ്റോറന്റിലത്തെ ഫുഡിന്റെ എക്സാമ്പിൾ എടുത്തത്. അത് നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട്
കഴിയുന്ന സാധനമാണ്. മുളക് പൊടി എന്നെല്ലാം പറയുന്ന സമയത്ത് ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള സാധനമാണ്. നമ്മൾ ചിലപ്പോൾ 1 മാസത്തേക്കെല്ലാം ഉപയോഗിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചിട്ട് ചേട്ടാ ഇന്ന് ബ്രാൻഡ് മാറിപ്പോയി, അല്ലെങ്കിൽ ഈ ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഇതല്ല, എനിക്ക് മറ്റത് വേണമെന്ന് പറഞ്ഞ് ചെയ്യാം. അത് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് 1-2 ദിവസത്തേക്ക് നമ്മൾ ലൈഫിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ റുട്ടീനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വെറുതെ എന്തിനാ നമ്മള് ചെറിയൊരു കാര്യത്തിന് നമ്മൾ വിളിച്ചിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് പ്രശ്നം വഴക്കുണ്ടാക്കണമെന്ന് പറയുന്നില്ല. ഒരു ചിൽഡ് പൊറോട്ട വാങ്ങി, ഓക്കെ, നമ്മൾ പറയുന്നത് ഓക്കെ എനിക്ക് ഈ ബ്രാൻഡ് വേണം, കാരണം അത് കഴിക്കാൻ കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചും കൂടി ഇതുണ്ട്. അപ്പൊ അയാള് വേറെ അവിടെ ഉള്ളത് എടുത്ത് തന്ന്, നീ അത് വേണ്ടെന്ന് അറിയോ? ഇല്ല. അത് പക്ഷെ ഞാൻ പറഞ്ഞുതരാം, നമ്മള് പോയി എടുക്കുന്ന സമയത്തൊക്കെ നമ്മള് ഓർഡർ ചെയ്ത് വിളിച്ച് വരുത്തിയെന്ന് വിചാരിച്ചോ, ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അവര് ഡെലിവറി ചെയ്യുന്നത് അല്ലേ? ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി അത് അപ്പൊ തന്നെ ചിലപ്പോ ചെക്ക് ചെയ്ത് കാണുന്ന സമയത്ത്, സാധാരണ നമ്മൾ സാധനം ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ കവർ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും. ചിലപ്പോ നോക്കിയെന്ന് വരില്ല, ചിലപ്പോ കിച്ചണിൽ കവറോടെ കൊണ്ടുവെക്കും. ആ കൊണ്ടുവന്നെന്ന് വിചാരിച്ചോ, ബ്രാൻഡ് മാറിയിട്ട് കൊണ്ടുവന്ന്, പക്ഷെ നമ്മൾ ഏത് ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. വി വെർ നോട്ട് സ്പെസിഫിക്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ അത് വാങ്ങിയിട്ട് വെക്കും. ഞാൻ ഏത് ബ്രാൻഡാന്ന് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. മെൻഷൻ നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല കോംപ്രമൈസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് ബ്രാൻഡിന്റെ കാര്യം വരുമ്പോ, നേരെ കുറച്ച് നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താ, ആ സമയത്ത് നമ്മൾ ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മള് ഒരിക്കൽ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചു. നമ്മള് അന്ന് സാൻഡ്വിച്ച് കഴിച്ചു, ഓർമ്മയുണ്ട? ആദ്യത്തെ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള ചിക്കൻ വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു. രണ്ടാമത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ടേസ്റ്റ് മാറി. മറ്റേ മൂന്നാമത് ഞാൻ പോയിട്ട് പറഞ്ഞ് ടേസ്റ്റ് മാറിയിട്ടുണ്ടായിന്, എനിക്ക് ഇന്ന സാധനം വേണം. എന്നിട്ട് അവരത് കറക്റ്റ് ഉണ്ടാക്കി തന്ന. നാലാമത് പിന്നെയും നമ്മൾ പറയാത്ത സമയത്ത് മാറി. അതിനുശേഷം ഞാൻ പോകുന്ന സമയത്തെല്ലാം ഞാൻ പറയാൻ തുടങ്ങി, ഇന്ന പോലെ ഇന്ന സാധനം എനിക്ക് വേണം. അപ്പൊ കറക്റ്റ് ഒന്ന് തരാൻ തുടങ്ങി. അതിനുശേഷം ഞാന് എപ്പോ കയറി പോകുമ്പോഴും അവൻ സാൻഡ്വിച്ച് ഇന്ന സാധനം എന്ന് പറയുമ്പോ അവൻ പറഞ്ഞ എന്നോട്, നീ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലാവും, ഞാൻ അത് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് എടുത്തു തരുന്നില്ലേ? അല്ല, അതിപ്പോ ഞാൻ ഹോട്ടലിൽ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം ചിക്കൻ 65 ആകുമ്പോ ഉപ്പ് ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേക്ക്. കാരണം ഒരു പ്രാവശ്യം ലിറ്ററലി അൺസോൾട്ടഡ് കൊടുത്താച്ച. പക്ഷെ നീ അത് കഴിച്ചില്ലേ? കഴിച്ചു. ബിക്കോസ് ഓപ്ഷൻ അതന്നെയാ ഞാൻ പറഞ്ഞ. ഒരു പ്രാവശ്യം കഴിച്ച് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഈവൻ ദോ വി ആർ പേയിങ് ഫോർ ഇറ്റ്, അതുണ്ടാക്കുന്നത് സാധാരണ ആൾക്കാരായിരിക്കും. ചില സമയത്ത് ഉപ്പിടാൻ മറന്നുണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമൻ എററാണ്. അതന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ആൾക്കാര് പേർപ്പസ്ലി അവര് കയ്യിലുള്ള സാധനം കൊടുത്തുവിടുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ടൈം നമ്മള് കെയർഫുൾ ആവും, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ വിളിച്ചിട്ട് നിങ്ങള് കൊടുത്തുവിട്ടത് അന്ന് അതാണ് ഇതാണ് എനിക്ക് മാറ്റി വേണമെന്നെല്ലാം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്ന അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാ ഞാൻ ഉദ്ദേശിച്ചേ. Okay. Let it go. Yes.